ശിവരാമ, ഒന്ന് വന്നേ. എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. അതെ, താനാരാടാ? അതൊക്കെ പറയാം. താൻ ഒന്ന് വണ്ടി കയറ്. വണ്ടിയുടെ എന്നെ വിടറ, എന്നെ വിടറ. എന്തിനാ ശിവരാമ ആളുകളെയൊക്കെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്? നിന്റെ കുഞ്ഞവിടെ സന്തോഷത്തോടുകൂടി വളരുന്നില്ലേ? പിന്നെ എന്തിനാ ആവശ്യമില്ലാത്തത് ചെയ്യാൻ പോകുന്നത്? അതുകൊണ്ടല്ലേ എനിക്കിത് ചെയ്യേണ്ടി വന്നത്. ഇനി നിന്റെ കുഞ്ഞിനെ നീ അങ്ങ് മുകളിലിരുന്ന് കണ്ടാ മതി. ആരാ ചേച്ചി? അറിയില്ല, നേരത്തെ കണ്ടുപരിചയമുള്ള ആളല്ല. നോക്കട്ടെ. ആര്? എൻ്റെ പേര് രാമകൃഷ്ണൻ. ഞാനൊരു പോലീസുകാരനാണ്. ആരാ അർച്ചന? ഞാനാണ്. ഈ ശിവരാമൻ നിങ്ങളുടെ ആരാണ്? ശിവരാമൻ ഇവിടുത്തെ ഡ്രൈവറായിരുന്നു. എന്ത് പറ്റി സർ? ഇന്നലെ രാത്രി അയാൾക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. അയ്യോ, ആക്സിഡന്റോ? ശരിക്കും ആക്സിഡന്റ് അല്ല, ചിലർ ചേർന്ന് അയാളെ കൊല്ലാൻ ശ്രമിച്ചതാണ്. കൊല്ലാൻ ശ്രമിച്ചോ? ആര്? അതിനെക്കുറിച്ചൊന്നും ഒരു സൂചനയും കിട്ടിയിട്ടില്ല. അയാള് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അടിയേറ്റ് വഴിയിൽ കിടന്ന അയാളെ ഏതോ ഓട്ടോറിക്ഷക്കാരനാണ് ഹോസ്പിറ്റലിലാക്കിയത്. പോലീസ് സ്റ്റേഷനെ വിവരം അറിയിച്ചതും ഓട്ടോക്കാരനാണ്. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ഇതൊരു കൊലപാതക ശ്രമം തന്നെയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അയാൾക്ക് ബോധം വന്നപ്പോ ആദ്യം പറഞ്ഞത് നെല്ലിശ്ശേരിയിലെ അർച്ചനെ കാണണമെന്നാ. എന്നെയോ? അതെ, സിറ്റി ഹോസ്പിറ്റലിലാണ് അയാൾ ഇപ്പോൾ ഉള്ളത്. കണ്ടീഷൻ വളരെ മോശമാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റൽ വരെ വരണം. എന്താ, വരാൻ പറ്റില്ലേ? വരാം സർ. ഞാനൊന്ന് റെഡി ആയിട്ട് ഇപ്പൊ വരാം. അതെ. ഇദ്ദേഹത്തിന് എന്താ പറ്റിയത്? അത് ഇന്നലെ രാത്രി കൊണ്ടുവന്നതാ. ആള് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ആരൊക്കെ ചേർന്ന് തല്ലി ചതച്ചാണെന്നാ തോന്നുന്നത്. കൊണ്ടുവരുമ്പോ ബോധം ഉണ്ടായിരുന്നില്ല. ആരാ കൊണ്ടുവന്നേ? അറിയില്ല, ഏതോ ഓട്ടോക്കാരാണ്. നിങ്ങൾ ഇയാളുടെ ബന്ധുവാണോ? ബന്ധുവല്ല, ഞങ്ങളുടെ ഡ്രൈവറാ. ആ, കുറച്ച് ബില്ലടയ്ക്കാനുണ്ടായിരുന്നോ? അത് നിങ്ങളടയ്ക്കോ അതോ? ഞാൻ അടച്ചോളാം. ശരി, എന്നാ ഞാൻ പോയി ബില്ലെടുത്തിട്ട് വരാം. ഈശ്വര, ആരാ ഇങ്ങനെയൊക്കെ ചെയ്ത്? ശിവരാമേട്ട,
ശിവരാമേട്ട കണ്ണ് തുറക്ക്. ശിവരാമേട്ട, ഞാനാ അർച്ചനയാ. എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? എന്താ എന്നോട് പറയാനുള്ളത്? എന്താ ശിവരാമേട്ട? എന്റെ കുഞ്ഞുങ്ങ ശിവരാമേട്ടന്റെ കുഞ്ഞിന് ഒരു കുഴപ്പം വരില്ല. അവളെ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. എന്താ പറഞ്ഞോളൂ. അയ്യോ, എന്താ പറ്റിയേ? സിസ്റ്റർ, സിസ്റ്റർ, എന്താ എന്തു പറ്റി? ഡോക്ടർ, ഡോക്ടർ. ശിവരാമേട്ട, എന്താ മോളെ ശിവരാമന് പറ്റിയത്? പോലീസുകാരൻ പറഞ്ഞതുപോലെ അയാൾ ആരെങ്കിലും കൊല്ലാൻ ശ്രമിച്ചാണോ? അതെ സച്ചേട്ടാ, ശിവേട്ടന്റെ അവസ്ഥ വളരെ മോശം. എന്നോട് അയാൾക്കെന്തോ പറയണമായിരുന്നു, അതിനുവേണ്ടി തന്നെയാണ് വിളിപ്പിച്ചത്. പക്ഷെ സംസാരിച്ചു തുടങ്ങിയ ഉടനെ പെട്ടെന്ന് വയ്യാണ്ടായി. ശരിക്കും ആരോ അയാളെ കൊല്ലാൻ തന്നെ ശ്രമിച്ചതാണെന്ന് എനിക്കും തോന്നുന്നു. ശിവരാമന്റെ ബന്ധുക്കൾ ആരെങ്കിലും ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നോ? ഇല്ല, അവിടെ ആരെയും കണ്ടില്ല. അനാഥമായ ഒരു അവസ്ഥയിലാണ് അയാളോട് കിടക്കുന്നത്. മോളോട് എന്താ അയാൾ പറയാൻ ശ്രമിച്ചത്? അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അച്ഛൻ. പക്ഷെ അയാളുടെ അവസ്ഥ കണ്ടപ്പോൾ കഷ്ടം തോന്നി. നമുക്ക് അയാൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാ? പണച്ചെലവുകളൊക്കെ വഹിച്ച് ചികിത്സിക്കാം. വേണമെങ്കിൽ സഹായത്തിന് ആരെങ്കിലും കൂടെ നിർത്താം. അയാളുടെ ചികിത്സ നോക്കാന്നല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് വേണം സച്ചേട്ടാ. നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ അയാൾക്ക് വേണ്ടി ചെയ്യണം. ഒന്നുമില്ലെങ്കിലും നമ്മൾ വളർത്തുന്നത് അയാളുടെ കുഞ്ഞിനെ. അതിൻ്റെ നന്ദിയെങ്കിലും നമ്മൾ കാണിക്കണ്ടേ? അത് ശരിയാണ് മോളെ. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ പോലീസ് സ്റ്റേഷനിലൊന്ന് വിളിച്ച് അന്വേഷിക്കാം. അവരുടെ അന്വേഷണത്തിൽ എന്തെങ്കിലും തുമ്പ് കിട്ടിയിട്ടുണ്ടോന്ന് അറിയാലോ. ഞാൻ നാളെ രാവിലെ ഒന്നുകൂടി ഹോസ്പിറ്റലിലേക്ക് പോയി ഡോക്ടറെ ഒന്ന് കണ്ട് സംസാരിക്കാം. ശിവേട്ടന് വേണ്ട ചികിത്സകളൊക്കെ ഏർപ്പാടാക്കാം. അച്ഛൻ പോലീസ് സ്റ്റേഷനിലൊന്ന് വിളിച്ച് സംസാരിക്കേ. ഞാൻ അപ്പോഴേക്ക് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. എന്നാലും ആരായിരിക്കും അയാളെ ഇത്ര ക്രൂരമായി കൊല്ലാൻ ശ്രമിച്ചത്? സിസ്റ്ററെ, ഈ മുറി കിടന്ന പേഷ്യന്റ് അയാൾ ഡിസ്ചാർജ് ആയി പോയല്ലോ. ആരാ ഡിസ്ചാർജ് ചെയ്ത്? അതെനിക്കറിയില്ല. വന്നവര് അയാളുടെ ബന്ധുക്കളാണെന്ന് പറഞ്ഞാ വന്നത്. ഏതോ വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞാ ഡിസ്ചാർജ് വാങ്ങിക്കൊണ്ട് പോയത്. അയാൾക്ക് അങ്ങനെ ബന്ധുക്കളൊന്നും ഇല്ല. ആ, അതെനിക്കറിയില്ല. ആദ്യം ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞതാ. അവരുടെ കൂടെ വന്നൊരു വലിയ ബഹളം ഉണ്ടാക്കി. അപ്പോഴാ ഡോക്ടർ ഡിസ്ചാർജ് കൊടുത്തത്. എങ്ങോട്ടാ കൊണ്ടുപോയെന്നറിയാമോ? അതൊക്കെ ഡിസ്ചാർജ് സമ്മറി കാണും. റിസപ്ഷനിൽ പോയി അന്വേഷിച്ചാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോലീസിൽ അറിയിക്കേ. ആരായിരിക്കും അയാളെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയത്? ആശുപത്രി കൊണ്ടുപോയതാണോ അതോ അയാളെ അപകടപ്പെടുത്താൻ വേണ്ടി കൊണ്ടുപോയതാണോ? മോളെ, നീ എന്താ ഈ പറയുന്നത്? ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ ബന്ധുക്കളല്ലാത്ത ആർക്കെങ്കിലും ഒരു രോഗിയെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ? ഇനി ശരിക്കും അയാളുടെ ഏതെങ്കിലും ബന്ധുക്കൾ തന്നെയാണോ കൊണ്ടുപോയത്? ഏതോ ഒരു ബാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴ് അയാളെ ആരൊക്കെയോ ചേർന്ന് ആക്രമിച്ചത്. അയാളെ ആശുപത്രിയിൽ എത്തിച്ച ഓട്ടോക്കാർ തന്നെയാണ് പോലീസിലും അറിയിച്ചത്.
പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ഇതൊരു കൊലപാതക ശ്രമമാണെന്ന് തെളിഞ്ഞിട്ടുമുണ്ട്. ഞാനിപ്പോ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാ വരുന്നത്. എന്നിട്ട് അവരെന്താ പറഞ്ഞത്? ഞാൻ ചെന്ന് പറയുമ്പോഴാ ഡിസ്ചാർജ് ചെയ്ത വിവരം അവരും അറിയുന്നേ. അന്വേഷിക്കാമെന്ന പോലീസുകാർ പറഞ്ഞ. ഏയ്, ആരും ഒന്നും അന്വേഷിക്കാൻ പോകുന്നില്ല. ശിവരാമനെ പോലൊരു പാവപ്പെട്ട ആളുടെ കാര്യത്തിൽ ആർക്കാ ഇത്ര താല്പര്യം? 1-2 ദിവസം ഇതിന്റെ പുറകെ ആരെങ്കിലും അന്വേഷിച്ച് ചെല്ലുന്നുണ്ടോ എന്ന് പോലീസുകാർ നോക്കുമായിരിക്കും. ആരും ചെല്ലില്ലെന്ന് ഉറപ്പായ അവര് പരാതി എടുത്ത് ചവറ്റുകൊട്ടെ തള്ളും. അച്ഛാ, നമ്മുടെ വീട്ടില് ജോലിക്ക് നിന്ന ഒരാള്, പ്രത്യേകിച്ച് അയാളുടെ കുഞ്ഞിനെ നമ്മൾ അഡോപ്റ്റ് ചെയ്തത്, നമുക്ക് അയാളോട് ആ ഒരു ബാധ്യതയില്ലേ? പോലീസിൽ അറിയിക്കുക എന്നതിനപ്പുറം നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമോളെ? ഇതിന്റെ പിന്നാലേക്ക് നമ്മൾ അന്വേഷിച്ചു പോയാൽ അത് വലിയ തലവേദനയാവും. ഒടുവിൽ ചിലപ്പോ കേസ് നമ്മുടെ നേർക്ക് തിരിഞ്ഞൊന്നും വരും. അയാൾക്ക് എന്ത് പറ്റിയെന്ന് അറിയാനുള്ള ഒരു അന്വേഷണമെങ്കിലും നമ്മൾ നടത്തണ്ടേ? പോലീസ് വിചാരിച്ചാ അതിന് കഴിയും. നമ്മളിതിന് പിന്നാലെ ഒന്ന് നിന്നാ മാത്രം മതി. പിന്നില് പിടിപാടുള്ളവരുണ്ടെന്ന് അറിഞ്ഞാൽ പോലീസ് പിന്നെ വെറുതെ ഇരിക്കില്ലല്ലോ, അവരന്വേഷിക്കും. അത് മാത്രമല്ല, നമ്മൾ ഇതിന് പിന്നാലെ നിന്നില്ലെങ്കിൽ ചിലപ്പോ ഈ കേസ് നമ്മുടെ നേരെ തിരിഞ്ഞെന്നും വരാം. കാരണം ഇവിടെ വന്ന് ആതിരയുടെ കുഞ്ഞിനെ എടുത്തോണ്ട് പോകാൻ ശ്രമിച്ച ശേഷം അയാൾക്ക് ഈ അപകടം സംഭവിച്ചത്. അത് നമ്മൾ ചെയ്യിപ്പിച്ചതാണെന്ന് ആരെങ്കിലും പറഞ്ഞാലോ? അങ്ങനെ ആരെങ്കിലും പറയൂ? അച്ഛാ, ശിവരാമേട്ടനെ പോലൊരാളിനെ കൊല്ലാൻ ശ്രമിക്കുന്നവരുടെ ഉദ്ദേശം എന്തായിരിക്കും? അയാളൊരു സാധാരണക്കാരനാ. അയാളുടെ കുഞ്ഞ് നമ്മുടെ കയ്യിലുണ്ടെന്നും ആ കുഞ്ഞിനെ കാണാനാണ് അയാൾ ഇവിടെ തിരികെ വന്ന് ജോലിയിൽ പ്രവേശിച്ചതെന്നും അയാള് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ? ശിവരാമേട്ടന് പറ്റിയ അപകടം അറിഞ്ഞ് അവരാരെങ്കിലും പോലീസിൽ ഈ വിവരം പറഞ്ഞാലോ? കുഞ്ഞിനെ കൊടുക്കാതിരിക്കാൻ വേണ്ടി ഇത് നമ്മൾ ചെയ്യിച്ചതാണെന്ന് പോലീസ് ന്യായമായും സംശയിക്കും. ഒരുപക്ഷെ മുൻപ് കുഞ്ഞിനെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയവരും തട്ടിക്കൊണ്ടു പോകാൻ നോക്കിയവരുമാണ് ഇതിന് പിന്നിലെങ്കിലോ? ഉറപ്പായിട്ടും അവര് നമ്മളെ കേസിൽ അകപ്പെടുത്താനല്ലേ നോക്കൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇതിന്റെ കൂടെ നിൽക്കണമെന്ന്. പണം എത്ര ചെലവായാലും വേണ്ടില്ല, ശിവേട്ടന് എന്തു പറ്റിയെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. മോള് പറഞ്ഞതെല്ലാം കൂടി കേട്ടപ്പോ എനിക്ക് പേടി തോന്നുന്നുണ്ട്. എന്നാലും ആരായിരിക്കും അയാളെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് പോയത്? എന്തായാലും അത് ശിവേട്ടന്റെ ബന്ധുക്കൾ ആരുമല്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. കാരണം ബോധം വന്നപ്പോ ശിവേട്ടൻ ആദ്യം പറഞ്ഞത് ബന്ധുക്കളെ ആരെയും കാണണമെന്നല്ല, എന്നെ കാണണമെന്ന. അയാൾക്ക് എന്നോട് എന്തോ പറയണമെന്നുണ്ടായിരുന്നു. അത് ഞാൻ അറിയരുതെന്ന് മറ്റാർക്കോ നിർബന്ധമുണ്ടായിരുന്നു. അവരാ ശിവരാമേട്ടനെ കൊണ്ടുപോയത്. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇതിന് പിന്നിലൊരു വലിയ ഗൂഢാലോചനയുണ്ട്. അവരുടെ ലക്ഷ്യം ശിവരാമേട്ടനല്ല, നമ്മളാണ്. അതുകൊണ്ട് ശിവരാമേട്ടനെ കൊണ്ടുപോയത് ആരാണെന്ന് നമുക്കറിഞ്ഞേ പറ്റൂ. എന്താ മൂർത്തി? അല്ല, എനിക്കൊരു സീരിയസ് കാര്യം പറയാനുണ്ട്. എന്താ പ്രശ്നം? ശിവരാമന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. ഇനി അയാളെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അയാളുടെ അവസ്ഥ വളരെ മോശമാണ്. ഞാൻ ഇന്ന് തന്നെ വരാം, എന്നിട്ടൊരു തീരുമാനം എടുക്കാം. ശരി. എന്ത് പറഞ്ഞു ഇവിടുന്ന് പുറത്തേക്ക് പോവും? പക്ഷെ പോവാതിരിക്കാനും പറ്റില്ലല്ലോ. ശിവരാമന്റെ ഭീഷണി അവസാനിപ്പിച്ചേ പറ്റൂ. മോളെ, മോളിത് എങ്ങോട്ട് പോവാ?
പർച്ചേസിങ്ങിനോ മറ്റോ പോവാണോ? ആ, അച്ഛാ എനിക്ക് അത്യാവശ്യമായിട്ട് തറവാട് വരെ ഒന്ന് പോണം. തറവാട്ടിലോ? അതിന് അവിടെ ആരുണ്ട്? ആ, അത് പിന്നെ അവിടെ വലിയമ്മാവനും അമ്മായിയും ഉണ്ട്. നാളെ അവിടുത്തെ ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക പൂജയുണ്ട്. അതിന് ഞാൻ ചെന്നേ പറ്റൂന്ന് പറഞ്ഞവർ വിളിച്ചിരുന്നു. ആ, എങ്കിൽ പിന്നെ നന്ദം വന്നിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് പോയാൽ പോരെ? ആ, ഇതൊന്നും പറഞ്ഞ നന്ദേട്ടൻ കേൾക്കില്ല. പക്ഷെ കുടുംബക്ഷേത്രത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തല്ലേ പറ്റൂ. നാളെ രാവിലെ ക്ഷേത്രത്തിൽ പൂജ കഴിഞ്ഞ് ഞാനിങ്ങെത്തും. ശരി അച്ഛാ. ഉം. ചേച്ചി, അങ്കിൾ, ചേച്ചി എങ്ങോട്ടാ പോയത്? നിങ്ങളുടെ തറവാട്ട് വീട്ടിലേക്കാണെന്നാ പറഞ്ഞത്. നാളെ അവിടെ എന്തോ പ്രത്യേക പൂജയുണ്ട് പോലും. പൂജയോ? എന്നിട്ട് ചേച്ചി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാനും കൂടെ പോവുമായിരുന്നില്ലേ? അല്ല, അതിന് തറവാട്ടിലിപ്പോ ആരും താമസിക്കുന്നില്ലല്ലോ. അവിടെ വല്യമ്മാവനും അമ്മായിയും ഉണ്ടെന്നാ പറഞ്ഞത്. അതേത് വല്യമ്മാവൻ? ഏതായാലും തറവാട്ട് ക്ഷേത്രത്തിലെ പൂജക്കല്ലേ പോയത്, അത് തന്നെ നല്ല കാര്യം. ആ, മോളത് പറഞ്ഞപ്പോഴാ ഒരു കാര്യം ഓർത്തത്. എന്താ അച്ഛാ? സ്നേഹയും കൂട്ടി നീ നാളെ രാവിലെ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ വരെ ഒന്ന് പോകണം. അന്ന് പൂജ നടത്തിയപ്പോൾ സ്നേഹ അവിടെ ചില വഴിപാടുകൾ നടത്തണമെന്ന് പറഞ്ഞിരുന്നു. നിനക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല അച്ഛാ, ഞാൻ കൊണ്ടുപോയിക്കോളാം. ശരി, അപ്പൊ രാവിലെ തന്നെ പുറപ്പെടണം. സ്നേഹയോട് പറഞ്ഞേക്ക്. നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നെ? വാ. അല്ല, ചേച്ചിക്ക് ഞാൻ അറിയാത്ത ഏത് വല്യമ്മാവനും അമ്മായിയും ആ തറവാട്ടിലുള്ളത്? ഇയാളെ ഇങ്ങനെ കിടന്നിരിക്കുന്നത് വലിയ റിസ്ക് ആണ്. ഇവിടെ കിടന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയാ അവസാനം നമ്മൾ തോന്നും. ഒന്ന് ചുമ്മാ ഇരിക്കടാ. ഇവനെ തീർക്കാൻ വേണ്ടിയല്ലേ അന്ന് ബാറിൽ നിന്ന് നമ്മൾ പൊക്കിയത്. അതിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇവന്റെ സമയമായിട്ടില്ല. അതുകൊണ്ടാ. അവന്തിക ഇങ്ങോട്ടൊന്ന് എത്തിക്കോട്ടെ, എന്നിട്ട് തീരുമാനിക്കാം ഇവനെ എന്താ ചെയ്യേണ്ടതെന്ന്. ആ, സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയില്ലല്ലോ അല്ലേ? ഇയാളെ ഇങ്ങനെ ഇവിടെ കിടത്തിയിരിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ട്. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാ പറയാം. സുഖാണോ ശിവരാമ? പറയാനുള്ളതെല്ലാം ശിവരാമൻ നേരത്തെ എന്നോട് പറഞ്ഞു കഴിഞ്ഞില്ലേ? എന്നിട്ട് ഞാൻ പറഞ്ഞത് കേൾക്കാതെ ആവശ്യമില്ലാത്തൊക്കെ ചെയ്യാൻ പോയി. അതുകൊണ്ടല്ലേ ഈ കിടപ്പിങ്ങനെ കിടക്കേണ്ടി വന്നേ. ശിവരാമ, ഇനി നിനക്ക് എന്തിനാ കുഞ്ഞിനെ വേണം? നിന്റെ കുഞ്ഞ് സന്തോഷത്തോടെ ഒരു വലിയ വീട്ടിൽ ജീവിക്കണമെന്നായിരുന്നല്ലോ നിന്റെ ആഗ്രഹം. അത് ഞാൻ സാധിച്ചു തന്നില്ലേ? പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? അത് തെറ്റല്ലേ ശിവരാമ? പിന്നെ ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു സ്ഥലത്തേക്ക് അയക്കാം, അങ്ങ് പരലോകത്തേക്ക്. അവിടെ ഇരുന്നോണ്ട് തന്റെ കുഞ്ഞ് സുഖമായി വളരുന്നതും സന്തോഷിക്കുന്നതും ഒക്കെ തനിക്ക് കാണാം. വെറുതെ നെല്ലിശ്ശേരിയിൽ വന്ന് ഓരോ ദിവസവും എന്നെ വിഷമിപ്പിക്കുന്ന എന്തിനാ? താനൊന്നും പറയണ്ട, എല്ലാം എനിക്കറിയാം. അപ്പോ ഇത് നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ച. അപ്പോ ശുഭയാത്ര. തീർത്തേക്കാല്ലേ? എങ്ങനെ നോക്കിയാലും ഇയാൾ എനിക്കൊരു ഭീഷണിയാ. അപ്പൊ പിന്നെ അയാള് സുഖമായിട്ടങ്ങ് പരലോകത്തേക്ക് പോട്ടെ. ബോഡി കത്തിച്ചളഞ്ഞേക്കണം. ചാരം പോലും ആർക്കും കിട്ടരുത്. അത് ഞാൻ ഏറ്റു.
അവന്തിക ധൈര്യമായിട്ട് പോയിക്കോ. ശിവരാമൻ തീർന്നു. ഇനി ഒരു ശല്യവും ഇയാളെ കൊണ്ടുണ്ടാവില്ല. ശരി.